അപ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീജിത്ത് ബാലകൃഷ്ണൻ റെഡിയാണ് പത്രവാർത്തകൾ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു തരാൻ. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നോക്കാമോ? തീർച്ചയായും. സേതു, നമ്മുടെ തൃശ്ശൂർ പുതുക്കാട് കഴിഞ്ഞ 3 വർഷത്തിനിടെ 2 നവജാത ശിശുക്കളെയാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. അത് അമ്മയുടെ സുഹൃത്തും ചേർന്നാണ് കൊലപ്പെടുത്തി. മാത്രമല്ല അതിനുശേഷം കുഴിച്ചു മൂടുകയും ചെയ്തു. അവർ രണ്ടുപേരും ഇന്നലെ അറസ്റ്റിലായ വാർത്തയാണ്. അത് ശരിക്കും ഇന്നലെ കേരളത്തെ വല്ലാതെ ഞെട്ടിച്ചു കഴിഞ്ഞു. എല്ലാ പത്രങ്ങളും വളരെ വലുതായി തന്നെ ഒരുപക്ഷെ ആ വാർത്തയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിനെ, സമൂഹത്തെയൊക്കെ ആകെ ഞെട്ടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വാർത്തയെ ഒന്നാം പേജിൽ നൽകാൻ എല്ലാ പത്രങ്ങളും ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. അത് വലിയ ക്രൈമായി തന്നെ കണ്ടു തന്നെയാണ് ആ വാർത്തയെ വിലയിരുത്തുകയും ചെയ്യുന്നത് പത്രങ്ങൾ. അമ്മയുടെ സുഹൃത്ത് കുട്ടികളുടെ അസ്ഥികളുമായി അർദ്ധരാത്രി പോലീസ് സ്റ്റേഷൻ കയറി ചെന്നതോടെയാണ് വിവരം പുറലോകം അറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പത്രങ്ങളും വളരെ വിശദമായി ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാന വാർത്ത എന്ന് പറയുന്നത് അതല്ല. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന സാഹചര്യം, അതൊരു വലിയ സാഹചര്യമാണ്. ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. നമ്മൾ ഇന്നലെയും പ്രസ് ക്ലബ്ബിൽ ചർച്ച ചെയ്തതാണ്. ആ വെളിപ്പെടുത്തിയതിൻ്റെ തുടർച്ച സ്വാഭാവികമായും ഒരു ആശുപത്രിയിൽ, ഒരു മെഡിക്കൽ കോളേജിൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ തകരാറുണ്ടാകുന്നത് കാണുമ്പോൾ വലിയ രൂപത്തിൽ അതിനെക്കുറിച്ച് വലിയ വാർത്തകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ വാർത്തയാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത എന്ന് വേണം കാണാൻ. അനാരോഗ്യ കേരളം എന്നാണ് വീക്ഷണത്തിൻ്റെ തലവാചകം. അത് സ്വാഭാവികമാണ്. വീക്ഷണത്തെ സംബന്ധിച്ച് അനാരോഗ്യ കേരളം എന്ന് തന്നെ എഴുതണം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ശരശയ്യയിലാണെന്ന് പറയാൻ എല്ലാ പത്രങ്ങളും ഒരുപോലെ ശ്രമിച്ചിട്ടുണ്ട് എന്നും കൂടി പറയേണ്ടി വരും. കാരണം അത് ഇന്നലെ മനോരമ ലജ്ജാവഹം എന്ന് അല്ലെങ്കിൽ ലജ്ജിക്കുന്നു എന്ന് എഴുതിയെങ്കിൽ ഇന്ന് അതിനേക്കാൾ കടുപ്പിച്ചാണ് എഴുതുന്നത്. കാരണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്നുള്ളത് അത്രയും സമ്പുഷ്ടമാണ് അല്ലെങ്കിൽ അത്രയും ശക്തമാണ് എന്നുള്ളതിനെ അതിനൊരു തിരിച്ചറിവാണ് ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്നത്. അത് ആ അർത്ഥത്തിൽ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ടെന്ന് കാണാം. നമുക്ക് വേഗം പത്രങ്ങളിലേക്ക് പോയി വരാം. ഞാൻ ആദ്യം സ്വാഭാവികമായും ഞാൻ മനോരമയിലേക്ക് പോകുന്നു. ഇന്നലെ ലജ്ജാവഹം എന്നാണ് ലജ്ജിക്കുന്നു എന്നാണ് എഴുതിയത്. ഇന്ന് പറഞ്ഞു പറ്റിച്ചു എന്നാണ്. അതിന് കാരണമുണ്ട്. കാരണം ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾക്ക് വകയിരുത്തിയ തുക നമുക്കറിയാവുന്നതാണ്. എല്ലാ വർഷവും ബജറ്റിൽ ഒരു നിശ്ചിത തുക വകയിരുത്താറുണ്ട്. ആ തുക ശരിക്കും മെഡിക്കൽ കോളേജുകളുടെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി, നവീകരണത്തിനായൊക്കെ ചിലവാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ പണം കിട്ടുന്നുണ്ടോ എന്ന ഒരു അന്വേഷണം ഇന്നലെ ഈ വാർത്ത ഹാരിസ് ഹസൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എല്ലാ പത്രങ്ങളും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിൻ്റെ റിസൾട്ടാണ് പത്രങ്ങളുടെ ഒന്നാം പേജ് വാർത്ത. ബജറ്റിൽ 400 കോടി രൂപയാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കായിട്ട് വകയിരുത്തുന്നത്. മെഡിക്കൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് ആ തുക പ്രഖ്യാപിക്കുന്നത്. 400 കോടി ചെറിയ പൈസയല്ല കേരളത്തെ സംബന്ധിച്ച്. കിട്ടിയത് 254.35 കോടി രൂപ. 400 കോടി പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ വകയിരുത്തുന്നു. കിട്ടുന്നത് 254.35 കോടി രൂപ. സ്വാഭാവികമായും വെട്ടിയത് 145.65 കോടി രൂപ. അങ്ങനെ 145.65 കോടി രൂപ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അനുവദിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല എന്ന രൂപത്തിലാണ്. അത് ഒന്നാം പേജിൽ വലിയ വാർത്തയെ നൽകാൻ മനോരമ ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതിന് തുടർച്ചയെന്നോണമാണ് ഈ വാർത്ത നീണ്ടുപോകുന്നത്. വാർത്ത വികസിക്കുന്നത് അങ്ങനെയാണ്. നിഷേധിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മെഡിക്കൽ കോളേജുകൾക്ക് ഉൾപ്പെടെ പ്രഖ്യാപിച്ച തുക. ജില്ലാ ജനറൽ ആശുപത്രികൾക്കും ഈ കിട്ടാനുണ്ട് തുക. ജില്ലാ ജനറൽ ആശുപത്രികൾക്ക് 152.13 കോടിയാണ്. കിട്ടിയത് 90 കോടി മാത്രമാണ്. അങ്ങനെ വളരെ വിശദമായി ആ വാർത്തയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, മനോരമ കുറച്ചും കൂടി ഒരു പടി കൂടി കടന്ന് ഹാരിസ് ഹസനെക്കുറിച്ച് നമുക്ക് എന്താണ് ഇദ്ദേഹം ഒരു ഡോക്ടർ വന്ന് സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ കാര്യമാണ്. കാരണം ഇതുവരെയും ഹാരിസ് ഹസൻ എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ ആരോപണമായി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത് സ്വാഭാവികമായും രാഷ്ട്രീയമായി സർക്കാരിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആരാണ് എന്ന അന്വേഷണം എല്ലാവരും നടത്തിയിട്ടുണ്ടാകും. ആ അന്വേഷണം നടത്തിയപ്പോൾ മനോരമയ്ക്ക് കിട്ടിയത് അദ്ദേഹം ഹാരിസ് ഹസൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നൊരു ചിത്രമാണ്. അത് അദ്ദേഹത്തിൻ്റെ ബൈക്കിലാണ്. അദ്ദേഹം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ തലവനാണെന്ന് ആലോചിക്കണം. ഡോക്ടർമാരെങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയാം. അവർ കാറിലും അല്ലെങ്കിൽ വലിയ ആഡംബര വാഹനങ്ങളിലൊക്കെയാണ് പോകുന്നത്. ഇദ്ദേഹം ഒരു സാധാരണ സ്കൂട്ടറിൽ, ബജാജിൻ്റെ ഒരു സ്കൂട്ടറിലാണ് യാത്ര ചെയ്യുന്നത്. ആ പടം കൂടി കൊടുത്തിട്ടുണ്ട്. അത് ആ വാർത്തയുടെ പ്രാധാന്യത്തെ വീണ്ടും വലുതാക്കുകയാണ് ചെയ്യുന്നത്. അന്വേഷിക്കാൻ 4-അംഗ സമിതി എന്ന് പറഞ്ഞ സർക്കാർ ഇദ്ദേഹത്തെ ഒരു വരി പോലും തള്ളി പറയാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്നലത്തെ ഏറ്റവും വലിയ കൗതുകം. തള്ളി പറഞ്ഞാൽ അപ്പോൾ സർക്കാരിന് വാർത്ത എതിരാവും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വം ആരോഗ്യമന്ത്രി അത് സർക്കാരിന് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, അന്വേഷിക്കും. ഇദ്ദേഹത്തിൻ്റെ പരാതി ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുവരെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമിയും ഈ ബജറ്റ് വിഹിതത്തിൽ ഒരു അന്വേഷണം നടത്തി. മെഡിക്കൽ കോളേജുകളുടെ പദ്ധതി വിഹിതത്തിൽ വെട്ടിയത് 146 കോടി എന്ന് മാതൃഭൂമിയും പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജുകൾ കത്രി വെച്ചു എന്ന് പറയുന്നുണ്ട്. വളരെ വിശദമായി തന്നെ ഓരോ മെഡിക്കൽ കോളേജുകളെയും വികസനത്തിന്, അത് ഡെൻ്റൽ കോളേജിന്, മെഡിക്കൽ കോളേജുകൾ രോഗി സൗഹൃദമാക്കൽ, വില കൂടിയ ഉപകരണങ്ങളുടെ പരിപാലനം, ഇതിനൊക്കെ വകയിരുത്തിയ കോടി എത്രയാണ്, കിട്ടിയ കോടി എത്രയാണെന്ന് മാതൃഭൂമി വിശദമായി പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ആ വാർത്ത ഉണ്ടാകുന്നു. പത്രങ്ങൾ എല്ലാവരും ഈ വാർത്തയുടെ
വാർത്തയുടെ തുടർ വാർത്തകൾക്കും അതിൻ്റെ വലിപ്പവും അന്വേഷിച്ച് പോകുന്നു. കിട്ടിയ വാർത്തകളെല്ലാം വിശദമായി നൽകുന്നുണ്ട്. മന്ത്രി ഇന്നലെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്നും കൂടി പറയുന്നുണ്ട്. സിസ്റ്റം എന്താണെന്ന് മന്ത്രി സ്വാഭാവികമായി ഇന്ന് വിശദീകരിക്കുമെന്ന് വിചാരിക്കുന്നു. ആ സിസ്റ്റം മന്ത്രി കൂടി ഉൾപ്പെട്ടതാണെന്നാണ് വിചാരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷ്മമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമായാണ് ഇത് കാണുന്നതെന്നാണ് മന്ത്രി വീണ ജോർജ് ഇന്നലെ പറഞ്ഞത്. അന്വേഷണത്തിന് 4 അംഗ സമിതി എന്ന കാര്യം മാതൃഭൂമിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇന്നലെ ഞാൻ വളരെ ആത്മാർത്ഥമായി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മളുടെ ആരോഗ്യ മേഖല വളരെ ശക്തമാണ്. നമ്മളുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ സ്ഥിതി എന്നറിയാവുന്നതുകൊണ്ട് ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് എനിക്കിപ്പോഴും വ്യക്തിപരമായി നല്ല അഭിപ്രായം തന്നെയാണ്. അത് ഒരുപക്ഷെ മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ മനോരമ എഡിറ്റോറിയൽ പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. ഞാൻ മാതൃഭൂമിയിൽ തന്നെ പറയാം. അതിൻ്റെ ഹെഡിങ് വായിച്ചാൽ ഈ കാര്യം മനസ്സിലാവും. മികവിൻ്റെ കേന്ദ്രം പോരായ്മകളുടെയും എന്നാണ് ആ ഹെഡിങ്. അങ്ങനെയാണ് മികവിൻ്റെ കേന്ദ്രം തന്നെയാണ് നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ പോരായ്മകളുണ്ട്. ആ പോരായ്മകളാണ് ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് സർക്കാർ ആ രൂപത്തിൽ എടുക്കുമെന്ന് പത്രങ്ങളും വിചാരിക്കുന്നുണ്ട്. പത്രങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ വിശദമായി എഡിറ്റോറിയൽ കൂടി എഴുതി പോകുന്നുണ്ട്. ഒറ്റപ്പെട്ട വിഷയമായി കാണരുതെന്നാണ് മാതൃഭൂമി പറയുന്നത്. മനോരമ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 6-7 പേജ് പൂർണ്ണമായും ഇതിലേക്ക് മാറ്റിവെച്ചേക്കാണ്. അടിതെറ്റി ആരോഗ്യ കേരളം, പൊളിച്ചെഴുതിയേ പറ്റൂ, വീര്യമുള്ള മരുന്ന് ഉപകരണം ആവശ്യപ്പെട്ട് കത്ത് തന്നില്ല, ഫയൽ നിലവിലില്ല, സർക്കാർ ആശുപത്രികൾ രോഗശൈലിയിലാകുമ്പോൾ അങ്ങനെ ഒരു പിടി പുറത്തിറങ്ങിയത് പ്രതിസന്ധിയുടെ ഒരു ഭാഗം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി വാർത്തകളാണ് 6-7 പേജിൽ വളരെ വിശദമായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് മനോരമ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് രാഷ്ട്രീയ പത്രങ്ങൾ പോയി നോക്കി വരാം. ജന്മഭൂമി പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത, പിണറായി സർക്കാരെ നാണക്കേട്, ഇതോ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് ജന്മഭൂമി ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന നിലയ്ക്കാണ് ഇന്ന് 1-ാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ, പിഴവുണ്ട്, നാണം കെട്ട് മന്ത്രിയുടെ കുറ്റസമ്മതം എന്നാണ് ജന്മഭൂമി പറയുന്നത്. വീക്ഷണത്തിൻ്റെ ഹെഡിങ് ഞാൻ നേരത്തെ വായിച്ചിരുന്നു, അനാരോഗ്യ കേരളം എന്നാണ്. വളരെ വിശദമായി അതിലുണ്ട് ആ വാർത്തയിൽ, ഞാൻ പറയുന്നില്ല. ഇത് ഇത്രയൊക്കെ ആകുമ്പോൾ എന്തായാലും ഇതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം പത്രം എന്ന നിലയിൽ ദേശാഭിമാനിക്കുണ്ട്. ദേശാഭിമാനി പറയുന്നത് അന്വേഷണത്തിന് 4 അംഗ സമിതി, സർക്കാർ ആശുപത്രികളെ അടച്ചാക്ഷേപിക്കരുതെന്ന് മന്ത്രി പറയുന്നുണ്ട്. അതും ദേശാഭിമാനി പറയുന്നുണ്ട്. ഈ വ്യാജ വാർത്തകളുടെ ലക്ഷ്യം വിവാദമാണെന്നും കൂടി ദേശാഭിമാനി ഒരു പടി കൂടി കടന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ വ്യാജ വാർത്തയുടെ ലക്ഷ്യം വിവാദമാണെന്ന്. വ്യാജ വാർത്ത എന്നുള്ളതാണോ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ കാമ്പുണ്ടോ എന്നുള്ള കാര്യം പത്രങ്ങൾ വളരെ വിശദമായി പരിശോധിച്ച് പോയിട്ടുണ്ട്. നമ്മളതിലേക്ക് വിശദമായി പോകുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഇനി സ്വാഭാവികമായി നമ്മൾ മറ്റ് വലിയ വാർത്തകളിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റവും വലിയ വാർത്തയും പേരും സൂംബ എന്നുള്ളതാണ്. മലയാളിക്ക് അടുത്ത കാലത്ത് പരിചിതമായൊരു വാക്കാണ് സൂംബ എന്നുള്ളത്. സൂംബ വിവാദവും നമുക്കറിയാം, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ആ വിവാദം തണുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമിയാണ് ആ വാർത്ത നന്നായി തന്നെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ വാർത്ത മാതൃഭൂമി ആ അർത്ഥത്തിൽ കൈകാര്യം ചെയ്തപ്പോൾ എല്ലാവരും ഏറ്റെടുക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ സൂംബ വിവാദം തണുക്കുന്നു എന്നുള്ളതാണ് മാതൃഭൂമിയുടെ 1-ാം പേജ് വാർത്ത. വിവാദങ്ങളെ തള്ളി KNM, കേരള നജ്വത്തുൽ മുജാഹിദീൻ പറയുന്നു. സൂംബ അത്ര വിവാദമാക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ സർക്കാരിനെതിരെ വിമർശനമൊന്നും ഉന്നയിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വർഗീയത കത്തിക്കുന്നവർക്ക് അത് അണയ്ക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയണം എന്നാണ് TP അബ്ദുള്ളക്കോയ പറയുന്നത്. സ്കൂളുകളിൽ സൂംബ നടപ്പാക്കുന്നതിനെതിരായ വിവാദങ്ങളെ തള്ളി KNM, പൊതുസമൂഹത്തിൽ വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും തീ കൊളുത്തുന്ന പ്രസ്താവനകളിൽ നിന്നും എല്ലാവരും വിട്ടു നിൽക്കണം. അത് എന്തായാലും നന്നായി, KNM-ന് ആ കാര്യം തോന്നിയത് നന്നായി. ഇനി സമസ്തയോടും മറ്റ് നേതാക്കന്മാരോടും കൂടി ഇക്കാര്യം പറഞ്ഞാൽ അത് സർക്കാർ അതിൻ്റെ നിലയ്ക്കും കുട്ടികൾ അതിൻ്റെ നിലയ്ക്കും അവരുടെ ആരോഗ്യവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കോളുമെന്ന് വിചാരിക്കാം. വ്യായാമത്തിന് ആരും എതിരല്ലെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി അവസാനിച്ചു. വാർത്ത എന്തായാലും ആ വാർത്ത ഫലം കണ്ടു എന്ന് വേണം കാണാൻ. അത്രയും നന്നായിട്ടാണ് വാർത്ത മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെ സമസ്തയ്ക്കും ചില നേതാക്കന്മാർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇത് സാംബയല്ല സൂംബയാണെന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. വാർത്തയ്ക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി 1-2 ചെറിയ വാർത്തകൾ. ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓടിപ്പോയതാണ്. RSS വീണ്ടും ഭരണഘടനയിൽ സോഷ്യലിസവും സെക്യുലറിസവും വേണ്ട എന്ന വാദം ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. അങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രസ്താവന, RSS-ന് ഭരണഘടനയല്ല മനുസ്മൃതിയാണ് വേണ്ടതെന്ന് രാഹുൽ ഗാന്ധി ഇതിൻ്റെ തുടർച്ചയെന്നോണം പറഞ്ഞിരുന്നു. അത് സ്വാഭാവികമായും അത് ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് അതേ പറയാൻ നിർവാഹമുള്ളൂ. RSS-നെ എതിർക്കണമെങ്കിൽ അങ്ങനെ തന്നെ പറയണം. RSS-ന് വേണ്ടത് ഭരണഘടനയല്ല മനുസ്മൃതിയാണ്. RSS തന്നെ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ വാദം, രാഹുൽ ഗാന്ധിയുടെ ആ വാദവും ശശി തരൂർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വാർത്ത. തരൂർ എവിടെ പിടിക്കണമെന്ന് തരൂരിന് കൃത്യമായിട്ട് അറിയാം. തരൂർ ഓരോ ദിവസവും കോൺഗ്രസ് നേതാക്കന്മാർ എന്തൊക്കെ പറയുന്നുണ്ടോ അതിനെല്ലാം കൗണ്ടർ ചെയ്യാൻ എന്തെങ്കിലും പറയുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ തരൂരിന് ശരിക്കും മിണ്ടാതിരിക്കാമായിരുന്നു തോന്നുന്നു. പക്ഷേ ആ വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളൊന്നും ആ വാർത്ത നൽകിയിട്ടില്ല എന്ന് വേണം കാണാൻ. അന്നത്തെ RSS മേധാവി പറഞ്ഞത് ഭരണഘടനയുടെ പോരായ്മ മനുസ്മൃതിയുടേതായി അതിൽ ഒന്നുമില്ല എന്നാണ്. എന്നാൽ ഇന്ന് അവർ ഏറെ മുന്നോട്ട് പോയി.
ഇന്നവർ ഏറെ മുന്നോട്ട് പോയി എന്ന് തരൂർ എങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് മുന്നോട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ദത്താത്രേയ ഹൊസബോലെ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതിയായിരുന്നു തരൂർ. പക്ഷേ തരൂർ അത് വിവാദമാക്കാൻ തന്നെ ഉദ്ദേശിച്ചാണ്. പത്രങ്ങൾ ആരും അത് ഏറ്റുപിടിച്ചിട്ടില്ല, പക്ഷേ മാതൃഭൂമി ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഹൈക്കമാൻഡിൽ ചർച്ചയാകും. മാതൃഭൂമിയുടെ ഒന്നാം പേജ് കാണുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ തരൂരിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുമെന്ന് കൂടി പറയുകയാണ്. അത് തരൂരും ആഗ്രഹിക്കുന്നുണ്ട്, മാതൃഭൂമി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. മറ്റൊന്ന് ഈ വിമാനത്തിൻ്റെ അട്ടിമറി സാധ്യത എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനെക്കുറിച്ച് വളരെ വിശദമായി അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ വിമാന അപകടത്തിൻ്റെ അട്ടിമറി സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര വ്യോമയാന മന്ത്രി. അത് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങൾ ആ വാർത്ത നൽകിയിട്ടില്ല. ന്യൂസ് മലയാളം ഇന്നലെ ആ വാർത്ത നൽകിയിരുന്നു. ഒരു 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 വ്യക്തി മരിച്ച വാർത്തയാണ് അതിന് എത്രത്തോളം പ്രാധാന്യം എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. പക്ഷേ ആ വ്യക്തിയെക്കുറിച്ച് പറയാതെ നിർവാഹമില്ല. ഈ മനുസ്മൃതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ തുടർച്ച വേണം പറയാം. മനുസ്മൃതി നമുക്കറിയാം എന്താണ് മനുസ്മൃതി എന്ന് ഞാൻ വിശദമാക്കുന്നില്ല. പക്ഷേ മനുസ്മൃതി കത്തിച്ചൊരാൾ കേരളത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അത് KM സലീംകുമാർ ആയിരുന്നു. അദ്ദേഹം ഇന്നലെ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ ആയിരുന്നു KM സലീംകുമാർ. അദ്ദേഹം ഇന്നലെ എറണാകുളത്ത് അന്തരിച്ചു. സ്വാഭാവികമായും ദളിത് ചിന്തകൻ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സാമൂഹ്യ നിരീക്ഷകനായും ഒക്കെ അദ്ദേഹം വളരെ വലിയ സംഭാവനകൾ കേരളത്തിൽ നൽകിയ ഒരാളാണ്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പത്രങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം മനുസ്മൃതി കത്തിച്ച പോരാട്ട വീര്യമായിരുന്നു എന്നുള്ളതായിരുന്നു. അത് മാതൃഭൂമി ആ അർത്ഥത്തിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്, മാധ്യമവും ഒക്കെ വാർത്ത നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ജ്വലിച്ച വിപ്ലവം എന്ന് ഒരു തലവാചകമിട്ട്, വിപ്ലവം എന്നുള്ളത് നമുക്കറിയാം സാധാരണഗതിയിൽ ഇടതുപക്ഷക്കാരെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യമാണ്. പക്ഷേ ജ്വലിച്ച വിപ്ലവം എന്നൊരു ദളിത് ചിന്തകനെക്കുറിച്ച് പറയുന്നുണ്ട് മാതൃഭൂമി. അങ്ങനെയെങ്കിൽ KM സലീംകുമാർ ഇനിയും മരിക്കാത്ത ഓർമ്മ തന്നെയും നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കെടാത്ത എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് പോലും. അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വളരെ വ്യക്തമായി പറയുന്നില്ല. അദ്ദേഹത്തെ മനുസ്മൃതി കത്തിച്ച ഒരാൾ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ദളിത് സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ, സാമൂഹ്യ വിപ്ലവത്തിലൊക്കെ നിർണായകമായി പങ്കുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മരിച്ച വാർത്തയും എല്ലാ പത്രങ്ങളുമല്ല, ഒരുപക്ഷേ മാതൃഭൂമി, മനോരമയും മാധ്യമമടക്കമുള്ള പത്രങ്ങൾ ഒന്നാം പേര് നൽകിയിട്ടുണ്ട്. ജ്വലിച്ച വിപ്ലവമെന്ന് മാതൃഭൂമി പറയുകയും ചെയ്തിട്ടുണ്ട്. ഓർത്തു പോകേണ്ട ഒരു പേരാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ അത് പറയുന്നത്. ഇനിയൊന്നുള്ളത് സ്പോർട്സിലേക്കൊന്ന് പോയി വരാം. ടെന്നീസ് ആരാധകരെ സംബന്ധിച്ചും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചും രണ്ടർത്ഥത്തിൽ, ഒന്ന് നിരാശയും ഒന്ന് സന്തോഷവും. ടെന്നീസ് ആരാധകരെ സംബന്ധിച്ച് വിംബിൾഡൺ, നമ്മുടെ പുൽക്കോട്ടിലെ വിപ്ലവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുൽക്കോട്ടിലെ മഹത്തായ കളിയാണ് ടെന്നീസ്. അത് വിംബിൾഡൺ ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും നൊവാക് ദ്യോക്കോവിച്ചിനെയൊക്കെ ആരാധിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷേ അവസാന ടൂർണമെൻ്റ് എന്നൊക്കെ എനിക്കങ്ങനെ തോന്നുന്നു. ഇനിയൊരു ബാല്യമുണ്ടോ എന്നറിയില്ല. അതുമാത്രമല്ല, പുതിയ തലമുറ വന്നു കഴിഞ്ഞു, അൽക്കറാസ് എല്ലാം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് വിംബിൾഡൺ ആരംഭിക്കുകയാണ്. 25ാമത്തെ ഗ്രാൻഡ് സ്ലാമിനായിട്ട് ദ്യോക്കോവിച്ച് കൊതിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊന്ന്, ഫുട്ബോളിൽ വിഷമമുള്ള കാര്യം, ക്ലബ്ബ് ലോകകപ്പിൽ മെസ്സിയുടെ ടീം, നമ്മുടെ സ്വന്തം മെസ്സിയുടെ ടീം ഔട്ടായി. മെസ്സിയെ തോൽപ്പിച്ച് PSG, മെസ്സിയെ മാത്രമല്ല ഇന്റർ മയാമി തന്നെ തോൽപ്പിച്ച്, നമുക്ക് മെസ്സിയുടെ ടീം എന്ന് പറയുമ്പോൾ മെസ്സി എന്നാണ് പറഞ്ഞു പോകുന്നത്, ഇന്റർ മയാമി തോൽപ്പിച്ച് PSG ക്വാർട്ടറിൽ കടന്നു കഴിഞ്ഞു. വലിയ ടീമുകളെല്ലാം ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട്. താരതമ്യേന ചെറിയ ടീമുകളൊക്കെ പുറത്തു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനിയൊരു മറ്റൊരു വാർത്ത, മംഗളം ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഇത്രയുമൊക്കെ വിവാദം നടക്കുമ്പോഴും, മെഡിക്കൽ കോളേജ് വിവാദവും മെഡിക്കൽ കോളേജ് വാർത്തയും ഒക്കെ നിൽക്കുമ്പോഴും, മംഗളം ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്ത, IT പാർക്കുകളിൽ മദ്യശാലയ്ക്ക് അനുമതി. അത് സർക്കാർ കൊടുത്തു കഴിഞ്ഞാണ് നമുക്കറിയാം. അവിടെ മദ്യശാലകൾക്ക് അനുമതി എന്നുള്ളതിനപ്പുറത്ത് മദ്യശാലകൾ അനുമതി നൽകുമ്പോൾ ആ ചട്ടം കൂടി മാറ്റുകയാണ്. കാരണം ഈ സർക്കാർ ഇക്കാര്യത്തിൽ ആദ്യം IT പാർക്കുകളിൽ മദ്യശാലകൾ അനുമതി നൽകിക്കൊണ്ട് ചട്ടങ്ങളിൽ മാറ്റം വരുത്തേണ്ടെന്ന് സർക്കാരിൻ്റെ നയപരമായ തീരുമാനം, ചട്ടം വരുത്താൻ പോവുകയാണ്. ചട്ടം വിദേശ മദ്യം 4C വിഭാഗത്തിൽ പെടുത്തിയാണ് ചട്ടം ഭേദഗതി ചെയ്യുന്നത്. അത് കാരണം ഇപ്പോഴുള്ള ചട്ടപ്രകാരം, ഇപ്പോഴുള്ള നിയമപ്രകാരം IT പാർക്കുകളിൽ കൂട്ടായി മദ്യശാലകൾ നടത്തുന്നതിനുള്ള പല പരിമിതികളുമുണ്ട്. അപ്പോൾ ആ പരിമിതികളൊക്കെ ഒഴിവാക്കി സമ്പൂർണ്ണമായി ഒരു മദ്യശാല എന്ന ലൈനിലേക്ക് അവിടെ കൊണ്ടുപോകാനായിട്ട് ഇനിയും ഇളവുകൾ വരുത്താൻ പോവുകയാണ് സർക്കാർ എന്നാണ് മംഗളം ഒന്നാം പേജിൽ പറയുന്നത്. ഇത്രയും ബഹളത്തിനിടയിലും ആ വാർത്ത ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് നൽകാൻ മംഗളം കാണിച്ച അസാമാന്യ മിടുക്കിനെ അഭിനന്ദിക്കാതെ നിർവാഹമില്ല. മറ്റൊന്ന്, നമ്മളെല്ലാവരും അറിയേണ്ട കാര്യമാണ്, ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട് റെയിൽവേ റിസർവേഷൻ ചാർട്ടുകൾ, അത് എല്ലാ പത്രങ്ങളും, നമ്മളുടെ ഒരു യാത്ര ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് റിസർവേഷൻ ചാർട്ടുകളുടെ സമയദൈർഘ്യം സാധാരണ ഇപ്പോൾ 4 മണിക്കൂറായിരുന്നു, അത് 8 മണിക്കൂറായി. ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയം 8 മണിക്കൂറായി നീട്ടിയിട്ടുണ്ട് എന്നൊരു വാർത്ത. അത് റെയിൽവേ നമുക്ക് നൽകുന്നൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. മാത്രമല്ല, ഈ വലിയ രൂപത്തിൽ തൽക്കാൽ ടിക്കറ്റുകൾ കിട്ടാതിരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴുണ്ട്. ആ തൽക്കാൽ ടിക്കറ്റുകൾ ഇനി വേഗത്തിൽ കിട്ടാനായിട്ട് OTPയും അല്ലെങ്കിൽ ആധാർ വഴിയും ബുക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി റെയിൽവേ നമുക്ക് നൽകുന്നുണ്ട്. ആ വാർത്ത എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഞാനത് ഒരു ഇൻഫർമേഷനായി പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സേതു പ്രശ്നം അവസാനിക്കുന്നു.